വേറെ നിയമങ്ങളുണ്ട്. നീ വിചാരിച്ചപ്പോൾ ആ പാവങ്ങളെ നെഞ്ചത്ത് കുതിര എറിയ താണ്ടവാടിയ നിനക്കൊരു ഹുങ്കും നിനക്കൊരു ഇതുണ്ടെങ്കിൽ എന്തു അങ്ങ് ആവാന്ന്. നീ ഒരു കൊച്ചി രാജ്യത്തെ രാജകുമാരിയാ. കൊല്ലത്ത് വന്ന് നീ കളിക്കണം. നിന്നെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. നീ ഒരു ഫേക്ക് ഐ ഡി ഇറങ്ങിയിട്ടുണ്ട്. ഒരു കുട്ടീൻ്റെ രൂപവും കിളവീൻ്റെ സ്വരവും ഉള്ള ഒരു സ്ത്രീയുടെ ഐ ഡി. അത് എന്നെയും ഷംന വ്ലോഗ് എടുത്ത് ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഇത് പറയണത് LLBക്ക് പഠിക്കണമെന്നാണ്. നീ പഠിച്ച കോളേജിലോ സ്കൂളിലോ അല്ല ഞാൻ പഠിച്ച. പിന്നെ നിൻ്റെ ഐഡൻറ്റിറ്റി ഇൻസ്റ്റഗ്രാമിൽ കാണിക്കുന്നുണ്ട് കോഴിക്കോടല്ല കൊല്ലം. ആദ്യം എൻ്റെ ഐഡൻറ്റിറ്റിയിൽ മുഖം കാണിച്ചിട്ട് ആദ്യം നിൻ്റെ ഐഡൻറ്റിറ്റി മുഖം കാണിച്ച് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് നീ വീഡിയോ ചെയ്താൽ ഓക്കെയാണ്. അല്ലാതെ എൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ഇടാൻ നിനക്കൊരു യോഗ്യതയോ അന്തസ്സും ഇല്ല. കാരണം ഓരോ ദിവസം ഒരാളെ ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം കണ്ട ആണുങ്ങളെ സ്വരവും പെണ്ണുങ്ങളെ സ്വരവും വെച്ചിട്ട് അവൾ എത്ര കമൻറ്റ് ഹൈഡ് ചെയ്തെന്നറിയാമോ? അതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നീ പലരെയും വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, നിന്നെ ഞാനും വെല്ലുവിളിക്കുന്നു. എന്താണെന്നറിയാമോ? നിന്റെ ഐഡന്റിറ്റി മുഖത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ട് ചിരിക്കാൻ കുറേ അവളെന്ന് പറഞ്ഞാൽ പുട്ടിയിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് നല്ല വീഡിയോസൊക്കെ ഇടും. അവള് വിചാരിക്കും നിന്റെ ഉമ്മയും പാപ്പയും പഠിപ്പിച്ച ഗുണോണ നീ കാണിക്കുന്നത്. ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് കണ്ട പാവപ്പെട്ട പെൺപിള്ളേരെ എടുത്തിട്ട്. അല്ലെങ്കിൽ നിനക്കെന്താണ്? നമ്മളെ ഐഡന്റിറ്റി അല്ലേ നമ്മളെ വീഡിയോയിലൂടെ പറഞ്ഞത്. നിനക്കെന്താണ്? നിനക്കൊരു ഉളുപ്പുണ്ടാ? കിളവീൻ്റെ സ്വരവും വെച്ചിട്ട് ചെറിയ പെണ്ണുങ്ങളൊക്കെയാണെന്ന് കാണിക്കുന്നത്. ആദ്യമേ നീ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നാലും ഓക്കെയാണ്. നിന്റെ ഇതേപോലെ ഞാൻ ചെയ്യുന്ന കണക്ക് നിനക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റും, ഓക്കെയാണ്. അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, നിന്റെ കുടുംബത്തിൽ നിന്നല്ലല്ലോ ഞാൻ കല്യാണം കഴിച്ചതോ അതേ അല്ലെങ്കിൽ വേറൊന്നും ചെയ്തത് നിന്റെ കുടുംബത്തിൽ നിന്നല്ലല്ല. എനിക്ക് എന്തായാലും കോഴിക്കോട് എനിക്ക് ഭർത്താവില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പായും പറയാം. നീ പഠിച്ച കോളേജിലും സ്കൂളിലും അല്ല നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാം വീട്ടമ്മമാരാണ്, ഓക്കെയാണ്. നമ്മളെക്കുറിച്ച് എതിരെ ചെയ്യുന്നത് പോട്ടെ, അവർ ചെയ്തത് പോട്ടെ. ഇത്തമാർ ചിലപ്പം പ്രായത്തിൻ്റെ പക്വത കൊണ്ടിട്ട് ചെയ്തത് പോട്ടെ. നിനക്കെന്തരാണ് കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി കമൻറ്റിലൂടെ വന്ന് നമ്മളെ നിരന്തരം ടോർച്ചറിങ് ചെയ്തിട്ട് പെട്ടെന്നൊരു യൂട്യൂബ് ചാനൽ നീ ആരുടെയും മോഹിനി എന്ന് ചെയ്യുന്ന രീതിയിലാണ് നമ്മളെയൊക്കെ ചോദിക്കുന്നത്. നിന്റെ കുടുംബത്ത് ചോദിക്കാനും പറയാനും ആരും ഇല്ലേ? മൊബൈലിൽ അവരാരും നോക്കൂലേ? മോൾ എന്തൊരു തോന്നിയാസം കാണിക്കുക. LLBക്ക് പഠിക്കണ സീനിയർ ഇവിടെ ഉണ്ട് നമുക്ക്. അവൾ LLBക്ക് പഠിക്കുന്നു. നാട്ടുകാരെ എടുത്തിട്ട് ട്രോൾ ചെയ്യാൻ വേണ്ടി. നിനക്കൊരു കുടുംബത്തിൽ പോയി ജീവിക്കണ്ടേ? ഞാൻ ചോദിക്കണം നിന്റെ അടുത്ത്. നീ ഒരു പെണ്ണാണാ? പെണ്ണിൻ്റെ രൂപവും ആണിൻ്റെ ഡ്രസ് രീതി എങ്ങനെയുണ്ട്? കൊള്ളാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, പൊന്നോളം ഒരു കാര്യം ചെയ്യണം. ഓരോ പെൺപിള്ളേരെ ജീവിതം എടുത്തിട്ട് പിച്ച് ചീന്തുമ്പോഴേ നീ എത്രത്തോളം ഉണ്ടെന്ന് നീ തന്നെ മനസ്സിലാക്കണം. LLBക്ക് ആർക്കും പഠിക്കാൻ പറ്റും. എന്ത് വിദ്യാഭ്യാസം നമുക്ക് ഇനിയും പഠിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റും. നീ കുറേ ഭൂമി ചവിട്ടി നിന്നിട്ട് അഹങ്കരിക്കണം കേട്ടോ മോളെ. നിന്റെ ഉമ്മയും വാപ്പേനെയും ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരണം. നീ കോഴിക്കോട് നിന്റെ ഫോൺ നമ്പർ കൂടെ വെക്കണം. പുതിയൊരു ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ നീ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ. ഇല്ല കുക്കറി ഷോയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നിടക്ക് ഇങ്ങനെ മുഖമൊക്കെ വെച്ച് നിൽക്കുന്ന പാണ്ടിലോറിയേറിയ തവളയുടെ അവസ്ഥയിൽ. നീയൊക്കെ കഴിഞ്ഞു വന്ന കാലഘട്ടം കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. നീ ചെറിയ പെണ്ണല്ല, നീ കിളവിയാണ്. കാരണം എന്ന് വെച്ചാൽ നീ കിളവീൻ്റെ സ്വഭാവവും പെണ്ണെടുത്ത് ഇതിൻ്റെ ഈ മോഡലിങ് എടുത്തിട്ടേക്കണം. നീ ആര് ജനങ്ങളെ കബളിപ്പിക്കണ കബളിപ്പ് റാണിയാ? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കണം. യൂട്യൂബ് പലരും തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തുടങ്ങിയിരിക്കണതില്ല. ഞാൻ ഏതോ ഒരു കൊമ്പത്തെ പണക്കാരിയാണ്. ആ ചുണ്ടിലിട്ടേക്കണ ലിഫ്റ്റിക്ക് ഉണ്ടെങ്കിൽ ഒരു വീട്ടിലെ പെയിൻ്റ് അടിക്കാം. അവൾ ഇറങ്ങിക്കണ് കണ്ട പാവപ്പെട്ട പെമ്പുള്ളരെ ജീവിതത്തിലെടുത്തിട്ട്. നിന്റെ കുടുംബത്തിൽ നിന്നാണ് ഞാൻ കെട്ടിയത്. ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കണം. നിന്റെ ഉമ്മ ഈ വാപ്പായെ നിന്നെ പഠിപ്പിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ 10 പാവങ്ങൾക്ക് കൊടുത്തിനെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെന്തറിയാമോ? നീ വെറുതെ നിന്നെ വെച്ച സമയത്തിട്ട് വാഴ വെക്കണമായിരുന്നു നല്ലത്. അതുകൊണ്ടിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. കുറേ ആയി സഹിക്കുന്നുണ്ട്. അവൾക്ക് 132 സബ്സ്ക്രൈബറും അല്ലെങ്കിൽ 150 സബ്സ്ക്രൈബറും വെച്ചിട്ട് കണ്ട പെണ്ണുങ്ങളെ ട്രോൾ ചെയ്ത്. ഇവർക്ക് പണത്തിൻ്റെ അഹങ്കാരമല്ല, വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആദ്യമേ മെൻ്റലി ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുള്ള സമയത്ത് ഇട്ട് വേണമായിരുന്നു LLBക്ക് ചേർക്കാൻ. ഞാൻ ഒറിജിനൽ എൻ്റെ ഐഡൻറ്റിറ്റിയിലാണ് വരണത്. നീ ആണുങ്ങളെ സ്വരമൊക്കെ വെച്ച് വലിയ ഗാംഭീര്യത്തിൽ ചെയ്യുന്നുണ്ടല്ലോ. നിന്റെ വാപ്പ പറഞ്ഞ വോയിസാണ് ലാസ്റ്റാ വിട്ടേക്കണത് ഷംസുവിൻ്റെ ഐഡിയിൽ. അവൾ എവിടം വരെ പോവുമെന്ന് നീ കൊണ്ടുവാ. അവിടെ നിയമമൊക്കെ ഉണ്ട്. നീ പഠിക്കണ LLB കോളേജിലല്ലേ നിയമമല്ല, വേറെ നിയമങ്ങളുണ്ട്. നീ വിചാരിച്ച പാവങ്ങളെ നെഞ്ചത്ത് കുതിര എറിയ താണ്ടവാടിയ നിനക്കൊരു ഹുങ്കും നിനക്കൊരു ഇതുണ്ടെങ്കിൽ എന്തു അങ്ങ് ആവാന്ന്. നീ ഒരു കൊച്ചി രാജ്യത്തെ രാജകുമാരിയാ. കൊല്ലത്ത് വന്ന് നീ കളിക്കണം. നിന്നെ പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നു. നീ പലരെയും വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ LLBക്ക് പഠിച്ച ഹുങ്കെന്നും പറഞ്ഞിട്ട്. നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് ഒരു ഐഡിന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നിനക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? അത് നീ ഹൈഡ് ചെയ്തല്ല. കുറേ പേര് പറയും നിന്റെ വീഡിയോ അങ്ങനെ ചെയ്തേക്കുന്നത്. നിനക്ക് വല്ല ഉളുപ്പുണ്ടാവണേ?
ചെയ്യാൻ? കൊല്ലംകാര ഭാഷയിൽ ചോദിക്കുകയാണ്. പിന്നെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നതാണ്? ഇവർ കുറേ ടീമുകളുണ്ട്. മറ്റേതൊക്കെ പ്രായം ചെന്നെങ്കിലും പറയാം. ഇത് പ്രായമല്ല, അതിൽ നിന്ന് പ്രായമുള്ള കിളവിയാണ്. കൊച്ചു പെണ്ണിന്റെ ഇതും എടുത്തിട്ട് അത് കാണാം. ശുന്നരി, ശുന്നരി, മാച്ച അല്ല ശുന്നരി. ആരാണ് ചുണ്ടലി? നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടിടങ്ങിയാൽ അതേപോലെ ആവും. അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ യഥാർത്ഥ റിയൽ ലൈഫാണ് പറയണത്. അവള് വലിയ കാര്യത്തിൽ വേറെ ആളിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആ വീഡിയോ ചെയ്ത് ഈ വീഡിയോ അപ്പൊ കുറച്ച് കയ്യിൽ കിട്ടി. അപ്പൊ ഇവള് ആര്? എടീ, നിന്നെ സൃഷ്ടിച്ച റബ്ബ് തന്നെയാണ് എടി എന്നെ സൃഷ്ടിച്ചത് കേട്ടാ. അതുകൊണ്ട് നീ കുറച്ച തിളക്കണം കേട്ടാ. കണ്ട പെമ്പിള്ളേരെ ജീവിതം നീ ഷംനാനെ കുറച്ച് ദിവസം കൊണ്ട് ചെയ്ത് നിനക്ക് എന്തരടി യോഗ്യത ഇരിക്കുന്നത്? നിന്റെ ശരീരം എന്റെ ശരീരം. എടി, പെണ്ണാണെങ്കിൽ കുറച്ച് ഭൂമിയിൽ ചവിട്ടി നിക്കി. പാവങ്ങൾക്ക് വല്ലതും സഹായിക്കുന്ന ഘട്ടത്തിൽ നിനക്ക് വല്ല കലിപ്പുണ്ടെങ്കിലേ നിന്റെ ആ പുട്ടിയിടുന്ന ആ പൗഡറിന്റെ പൈസ കൊടുത്തിട്ട് പാവങ്ങൾക്ക് വല്ലതും ചെയ്തുകൊടു. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി അള്ളാന്റെ അനുഗ്രഹം കൊണ്ടിട്ട് നമ്മൾ ഇവിടം വരെ എത്തി. പൊടി മക്കളെയും കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോടാം. നിന്നെ ആര് ക്ഷണിക്കണം ഇവിടെ? നിന്നെ ആരെങ്കിലും ക്ഷണിക്കണം ഇവിടെ? നീ എൻ്റെ വീഡിയോ കാണടി എന്ന് പറഞ്ഞ നല്ല പേരും കളയിപ്പിക്കാൻ വേണ്ടി ഒരു കള്ള ഐഡിയ അവൾ എടുത്തിട്ട് കണ്ട ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ചേർത്തിട്ട് ലൈവുകളിൽ കിടന്നിട്ട് അവൾ കഥാപ്രസംഗം നടക്കുന്ന ഒരു LLBയുടെ ഹുങ്കും കൊണ്ട്. നീ LLB അല്ല, എല്ല് ആണ് നീ. ബീര അർത്ഥം ഞാൻ പറയണില്ല. അതുകൊണ്ട് നിനക്കൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ബന്ധം തീർന്നിരിക്കുന്ന പെൺപിള്ളേർക്ക് നീ LLBയുടെ ഇത് കൊണ്ടിട്ട് സംബന്ധം തിരക്കണ്ട കേട്ടാ. ബന്ധം തീർന്നിരിക്കുന്ന പെൺപിള്ളേരും അല്ലാത്ത പെൺപിള്ളേരും ഒക്കെ അവിടെ ഭൂമിയിലുണ്ട്. നീ എന്തായാലും സംബന്ധം നിന്റെ വീട്ടുകാരെ ഒപ്പിച്ചു കൊടുക്കണ്ട. നിന്റെ വാപ്പായും ഉമ്മാരെയൊക്കെ വേണം ആദ്യം കൊടുക്കാൻ. എന്തെന്നറിയുമോ? മോക്ക് LLB എടുത്ത് തലയെ വെച്ച് കൊടുത്തേന്. അതുകൊണ്ട് നിന്റെ അടുത്ത് ഞാനൊരു കാര്യം മാനിയായിട്ട് പറയണം. നീ വീഡിയോ ചെയ്തോ, ട്രോൾ ചെയ്തോ, വേറെ കുഴപ്പമൊന്നുമില്ല. നിന്റെ LLBയുടെ ഹുങ്കൊണ്ടല്ലേ ഒരു നിമിഷം മതി. നീയൊക്കെ ഇതിനൊക്കെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ. കാരണം ബന്ധം നിർന്നിരിക്കുന്ന പെമ്പിൾ അല്ലെങ്കിൽ അവൾ അവിടം വരെ കാണിക്കട്ട് ഇവിടം വരെ. നിനക്ക് എവിടെ നിന്നടി ഈ പഠിക്കുന്ന നേരത്തെ ഈ ഇത്രയൊക്കെ എഡിറ്റ് ചെയ്ത് പഠിക്കുന്നത്? നീ ആ LLBക്ക് കളഞ്ഞിട്ട് ഇതിനകത്തിറങ്ങ് സോഷ്യൽ മീഡിയയിൽ. നീ കാരണം കുറേ പെമ്പിള്ളേർക്ക് നല്ല ജീവിതം കിട്ടും. അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് നിന്നെ ഞാൻ വേണ്ടാന്ന് വെക്കണം. അവൾ എൻ്റെ ഫോട്ടോ എടുത്ത് ആലിമാണ് പോലും. ഞാൻ ആലിമിന് പഠിച്ചിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു പക്ക ആലിമാണെന്ന് ഞാൻ അവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല. എനിക്കും അറിഞ്ഞിടാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഒരുപാടുണ്ട്. പഠിച്ചാലും തീരാത്ത അറിവുകളുണ്ട്. ആലിമാണ് പോലും. നിനക്കെന്തരടി പറയാ യോഗ്യത ഇരിക്കണം? നീ ഒരു മുടി കാണിച്ചില്ലെങ്കിലും പാണ്ടിലോറിയേറിയ തവളരെ മോന്തയായിട്ട് പുട്ടിയിട്ട് ചുണ്ടിൽ ലിഫ്റ്റിക്ക് ഇട്ടിട്ട് നീ ആരടി എന്നെ ചോദ്യം ചെയ്യാൻ? കിളവീൻ്റെ സ്വരോ അവള് ട്രോൾ ചെയ്ത് എഡിറ്റ് ചെയ്ത്. നിനക്ക് ഊണ് ഉറക്കൊന്നും ഇല്ല എണ്ണേ വീട്ടിൽ? ആരും ചോദിക്കാനും പറയാനും ഇല്ല എണ്ണേ? കൊല്ലംകാരോടെ നീ കളിച്ചിട്ടല്ലേ, വിവരം നീ അറിയും. ഇതിപ്പോ ഈ വീഡിയോ ആര് കണ്ടാലും ശരി തന്നെ. ഇതേക്കെ പോലെയുള്ള പെണ്ണുങ്ങളാ, കള്ള ഐഡിയും വെച്ചിട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളാ സോഷ്യൽ മീഡിയയുടെ മുമ്പ് കൊണ്ടുവന്നിട്ട് അവളൊക്കെ എന്തുവാണ്? അവർക്കൊക്കെ വീട്ടിൽ മൊബൈൽ മേടിച്ചു കൊടുക്കണം. തള്ളയും തന്തേനെ ആദ്യം അടിക്കണം പെമ്പുളരെടുത്തിട്ട്. നീ കാരണം ഉണ്ടല്ലേ എത്ര പേരെ ദുഃഖമാണെന്ന് അനുഭവിക്കണേന്ന് അറിയാമോ? ആ പാവപ്പെട്ട ഷംന അവളിനി പുട്ടിയിടട്ട്. നീ പുട്ടിയിടാതെയാണ് അവളെ കുറ്റം പറഞ്ഞെങ്കിൽ ഓക്കെയാണ്. നിന്റെ മുഖത്തിരിക്കണേ ചുരണ്ടി ഇറക്കണമെങ്കിൽ ഒരു വീട്ടിലെ പെയിന്റ് അടിക്കാനുള്ളതുണ്ട്. അവൾക്ക് ഓക്കെയാണ്. അവൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ. അവൾക്ക് കഷ്ടം. 2 ദിവസത്തിന് മുമ്പാണ് വീട്ടിന്റെ വാതിൽ വെച്ചത്. നീയൊക്കെ തന്നെ കുറെ കള്ള ഐഡിയ എടുത്ത് നമ്മളെ ട്രോൾ ചെയ്യാൻ വേണ്ടി മസ്റൂ എടുത്ത് നീ കള്ള ഐഡി. അതെന്തിയാ ഇപ്പം? പിന്നെ ജോക്കർ എന്തിയാ ഇപ്പം? സൂഫി സഫർ 2.0 എന്തിയാ? ഇതെല്ലാം കള്ള ഐഡികളാണ്. ഇതെല്ലാം സമൂഹത്തിന് മുമ്പിൽ ആ സൂഫി സഫർ 2.0 എന്ന് പറയുന്ന ആ ഐഡി ഇപ്പൊ വരുന്നില്ല. അതെവിടെ പോയി? ഇതെല്ലാം ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്ന ഒരു ഗ്യാങ് ഇവിടെ ഉണ്ട് യൂട്യൂബിൽ. വലിയ യൂട്യൂബേഴ്സിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവള് മാത്രം ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം. നീ വല്ല സിനിമയിലും കാണാൻ പോവണേ, അപ്പൊ നിനക്ക് നല്ലൊരു ലൈഫ് കിട്ടും. അതുകൊണ്ട് ഞാൻ മര്യാദയ്ക്ക് നിന്റെ അടുത്ത് പറയണം, നിന്റെ ഒറിജിനൽ ഐഡന്റിറ്റിയിൽ വാ. നീ ആദ്യം മസ്റൂറ ഫാത്തിമ എന്ന് പറയുന്ന ചാനലിൽ ഞാനൊക്കെ മണ്ണിൽ വയറ് മുറുക്കി പണിയെടുക്കുന്നോളാണ്. നീയൊക്കെ ഇനി കള്ള ഐഡന്റിറ്റിയിൽ ഏവനെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടിയിൽ കമന്റ് ഇട്ടാലും ശരി തന്നെ പൊന്നു മോളെ. എനിക്കൊക്കെ എന്തറിയാമോ, ഞാനൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാൻ നിന്നെയൊക്കെ പോലെ പോവില്ല. ഞാൻ ഹൈഡ് ചെയ്യും. കാരണം എന്തെന്നറിയാമോ? വേണ്ട, നീ പഠിച്ച സ്കൂളിലല്ല ഞാൻ പഠിച്ചത്. നീ വളർന്ന അന്തരീക്ഷത്തിലല്ല ഞാൻ വളർന്നത്. അവള് വന്നേക്കുന്നു എൻ്റെ കുടുംബജീവിതം പച്ച ഉടുപ്പിക്കുക. നീ എനിക്ക് സംബന്ധം ഒപ്പിക്കണ്ട കേട്ടാ. എൻ്റെ കല്യാണമാകുമ്പോൾ ഞാൻ നിന്നെ അറിയിച്ചോളാം. ആദ്യം നിനക്കാണ് ഇലയിട്ട് ഞാൻ ഊണ് തരണത്. അതുകൊണ്ട് നീ തറയെ ചവിട്ടുന്നില്ല. നിന്റെ ഉമ്മാനെ വാപ്പാനെ സമൂഹത്തിൽ കൊണ്ടുവരണം. നിനക്ക് ചോണയുള്ളവളാണെങ്കിൽ നിന്റെ ഉമ്മാനെ വാപ്പാനെ പിന്നെ നിന്റെ കുടുംബക്കാരെ നീ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് സംസാരിക്കടി. അവള് കുറെ ദിവസമായി അവള് തുടങ്ങിയിട്ട് നമ്മളെ ട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്തൊരുത്തി. നിന്റെ മുഖം കൊണ്ടുവന്നിട്ട് നീ ആദ്യം സംസാരിക്കും. പെമ്പിളരെ ട്രോൾ ചെയ്യാതാ. ആദ്യം എന്തെന്നറിയാമോ? നിന്റെ ഉമ്മാനെ വാപ്പാനെ സമൂഹത്തിൽ കൊണ്ടുവരണം. അവരിതൊന്നും അറിയുന്നില്ല. പണ്ടത്തെ പാവങ്ങൾ കൊണ്ടുവരണം. മോള് LLBക്ക് പഠിക്കണം. കയ്യിലിരിക്കുന്ന സ്വഭാവം മറ്റത്. നീ സൂക്ഷിച്ചോ നിന്നെ.
അതുകൊണ്ട് എല്ലാവരുടെ അടുത്തും ഒരു കാര്യം പറയാണ്, നമ്മുടെ മക്കളൊക്കെ ഫോൺ ഉപയോഗിക്കുമ്പോൾ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം എന്തുമാത്രം കോപ്രായമാണ് കാണിക്കണേന്ന്. ഇത്രയൊക്കെ ഉള്ളു. കാരണം ഇത് പറയാതിരിക്കല്ല, എൻ്റെ മരിച്ചുപോയ ഭർത്താവിനെ വെച്ചിട്ട് അവൾ ഇന്നലെ ട്രോൾ ചെയ്തേക്കണ്. എന്തൊരു